ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ്. ന്യൂസ് എന്നാണ് മൊഡ്യൂളിന്റെ പേര്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനേഷൻ ഓഫ് ന്യൂസ് എന്നുള്ളതാണ്. ന്യൂസ് ഈസ് എനിത്തിങ് ദാറ്റ് യു ഹാവ് നോട്ട് നോൺ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതായത് ന്യൂസ് എന്ന് പറയുന്ന എന്ത് കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്കറിയാത്ത എന്ത് കാര്യങ്ങളെയും നമുക്ക് വാർത്തകൾ എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഡെഫിനേഷൻ. രണ്ടാമത്, ന്യൂസ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ റീസെന്റ് ഇവന്റ് ഓർ ഒപ്പീനിയൻ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ്. അതായത് ന്യൂസ് എന്ന് പറയുന്നത് ഒരു റീസെന്റ് ആയിട്ടുള്ള ഇവന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അത് ഇമ്പോർട്ടന്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗോ ആയിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ന്യൂസ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ഫാക്ട് ഓർ ഐഡിയ ദാറ്റ് വിൽ ഇൻട്രസ്റ്റ് എ ലാർജ് നമ്പർ ഓഫ് റീഡേഴ്സ് എന്നുള്ളതാണ്. ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഫാക്ട് ഒരു ഐഡിയ ആയിരിക്കും. അതൊരു ലാർജ് നമ്പർ ഓഫ് റീഡേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അത്തരം കാര്യങ്ങൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂസുകൾ എന്ന് വിളിക്കാം. ഇനി രണ്ടാമതായിട്ട് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ് ന്യൂസ് ആൻഡ് സോഫ്റ്റ് ന്യൂസ് എന്നുള്ളതാണ്. ഹാർഡ് ന്യൂസ് ആൻഡ് സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്, ഒരു ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള വാർത്തകളെയാണ് ഹാർഡ് ന്യൂസുകൾ എന്ന് വിളിക്കാറുള്ളത്. ഉദാഹരണത്തിന് പൊളിറ്റിക്സ്, ക്രൈം, ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിങ് വരുന്ന ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഹാർഡ് ന്യൂസുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നടന്നുള്ള ദുരന്തങ്ങളെ കുറിച്ചുള്ള വാർത്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോവിഡ് പോലെ പാൻഡമിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നടക്കുന്നു, ഒരു ക്രൈം നടക്കുന്നു, ഇത്തരത്തിലുള്ള വാർത്തകളെയാണ് സോഫ്റ്റ് ന്യൂസുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഹാർഡ് ന്യൂസുകൾ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത് ലൈറ്റർ ആയിരിക്കും, മീൻസ് എന്റർടൈൻമെന്റ് ഓറിയന്റഡ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസുകൾ, അതുപോലെ തന്നെ ഫോക്കസിങ് ഓൺ അപ്പീൽ റാദർ ദാൻ അർജൻസി, അതായത് വളരെ അർജൻസികൾ ഇല്ലാത്ത മറ്റു വാർത്തകളെ അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വാർത്തകളെയാണ് നമുക്ക് സോഫ്റ്റ് ന്യൂസുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹാർഡ് ന്യൂസിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അനൗൺസസ് എ ന്യൂ എക്കണോമിക് പോളിസി. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എർത്ത് ഹിറ്റ്സ് ദ സിറ്റി, അതായത് എർത്ത് എന്ത് ചെയ്യുന്നു? ഒരു സിറ്റിയിൽ ഭൂമികുലുക്കം ഉണ്ടായി എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഹാർഡ് ന്യൂസുകളാണ്. സോഫ്റ്റ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാം ടോപ്പ് 10 ട്രാവൽ ഡെസ്റ്റിനേഷൻ ഫോർ 2024. 2024 പ്രധാനപ്പെട്ട 10 ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഏതെല്ലാമാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ന്യൂസുകളാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഹാർഡ് ന്യൂസുകളും അതുപോലെ തന്നെ സോഫ്റ്റ് ന്യൂസുകളായിട്ട്, ഇന്റർപ്രറ്റീവ് ന്യൂസുകളും സ്ട്രൈക്ക് ന്യൂസുകളുമായിട്ട്. സ്ട്രൈക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത് ഫാക്ച്വൽ അക്കൗണ്ട് ആയിരിക്കും. ഫാക്ച്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ച കാര്യങ്ങൾ അത് വളരെ സിമ്പിൾ ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, ഒരു കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് മാനറിൽ പറയുന്നതായിരിക്കും സ്ട്രൈക്ക് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റേറ്റീവ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരു ന്യൂസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിന്റെ ഒരു ഡെപ്ത് ആയിട്ടുള്ള, ആഴത്തിലുള്ള ഒരു അവതരണമായിരിക്കും ഇന്റർപ്രറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരു ഇവന്റിന്റെ എല്ലാ സൈഡുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ റീഡേഴ്സിന് അതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാർത്തയെ കുറിച്ച് അതിന്റെ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇന്റർപ്രറ്റേറ്റീവ് ന്യൂസുകളെ കുറിച്ച് അല്ലെങ്കിൽ റൈറ്റിംഗ്സുകളെ കുറിച്ച് സാധിക്കും. സ്ട്രൈക്ക് ന്യൂസുകളാണെന്നുണ്ടെങ്കിൽ ഫാക്ച്വൽ കണ്ടന്റുകൾ എന്താണ് അത് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും സ്ട്രൈക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5W1H എന്നുള്ളതാണ്. ഒരു ന്യൂസ് സ്റ്റോറി എഴുതുന്നതിനുള്ള എലമെന്റുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്തെന്ന് പറയുന്നത്? 5W1H എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂസ് എഴുതുന്ന സമയത്ത് ഒരു പ്രധാനമായിട്ടുള്ള 6 ചോദ്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർത്ത തയ്യാറാക്കുന്നത്. ആ 6 ക്വസ്റ്റ്യൻസ് ആണ് 5W1H എന്ന് പറയുന്നത്. വാട്ട്, വൈ, ആ 6 ചോദ്യങ്ങളാണ് 5W1H എന്ന് പറയുന്നത്. അതായത് വാട്ട്, വൈ, വെൻ, വേർ, ഹു ആൻഡ് ഹൗ എന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? 5W1H. ഇപ്പൊ വാട്ട് എന്താണ്, വൈ എന്തുകൊണ്ട്, വെൻ എവിടെ, വേർ ഹു ആര്, അതുപോലെ തന്നെ ഹൗ തുടങ്ങിയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ്, വേർ എവിടെയാണ്, എപ്പോഴാണ്, എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് 5W1H എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഫക്റ്റീവ് മെത്തേഡിൽ ഒരു വാർത്ത കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വാർത്തകൾ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് 5W1H എന്ന് പറയുന്നത്.
ഇനി ന്യൂസ് വാല്യൂസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ന്യൂസിൽ പ്രാധാന്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാധിക്കുന്ന ഘടകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ബാധിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യാഘാതങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനൊക്കെയാണ് ഇമ്പാക്റ്റുകൾ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അതിന് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോൾ കോവിഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞ് വാക്സിൻ അടിച്ചവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു രോഗം വരുന്നു അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് എന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പെട്രോൾ വില വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് വാല്യൂ ആയി വരുന്നത്. രണ്ടാമത് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങളാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് കോൺഫ്ലിക്റ്റുകളായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ ഫലസ്തീൻ തർക്കങ്ങൾ, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ തർക്കങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ന്യൂസ് വാല്യൂസ് ഉള്ള കാര്യങ്ങളാണ്. അടുത്തായിട്ട് ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് തന്നെ പറയാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ ആണ് വയനാട്ടിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം നമുക്ക് വേദനകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കണ്ടിട്ടുള്ള ഒന്നാണ് വയനാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് അവിടുത്തെ വിവരങ്ങൾ, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ ചെലുത്താറുണ്ട്. അതാണ് ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ബസ് ആക്സിഡന്റ് ആവുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കങ്ങൾ വരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത പ്രോക്സിമിറ്റി എന്നുള്ളതാണ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർനെസ് എന്നുള്ളതാണ്. അടുത്തത്, തൊട്ടടുത്തത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വാർത്ത കാണുന്നത്, ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് തന്നെ ഒരു ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വയനാട്ടിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. അതിനെയാണ് നിയർനെസ് എന്ന് പറയുന്നത്. അതായത് ലോങ് ആയിട്ടുള്ള കാര്യങ്ങളേക്കാൾ നമ്മളുടെ സമീപ പ്രദേശങ്ങളിലേക്ക്, അവിടെ നടക്കുന്ന വാർത്തകളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും. അതാണ് ഇതെന്ന് പറയുന്നത് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻസിന്റെ ഇമോഷൻസിനെ ഒക്കെ അപ്പീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ഇമോഷൻസിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന വാർത്തകളെയാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അടുത്തത് നോവലിറ്റി എന്നാണ്. നോവലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വൽ ഇവന്റ്സുകളാണ്. അതായത് അൺയൂഷ്വൽ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 8 മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീ മാരത്തൺ ഓടിക്കൊണ്ട് 3ാം സ്ഥാനം ജയിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതൊരു നോവലിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റിനും ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവന്റുകളാണ് നോവലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് സെക്സ് എന്നുള്ളതാണ്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്കാൻഡൽസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സെക്ഷൽ അബ്യൂസുകൾ നടക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ സിനിമ മേഖലകളിൽ നടന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള സോളാർ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് എന്താണ് അതിന്റെ സംഭവങ്ങൾ, തുടർ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് താല്പര്യം കൂടുതലായിരിക്കും. അടുത്തതാണ് മണി എന്ന് പറയുന്നത്. നമ്മളുടെ പണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബജറ്റുകൾ, നാഷണൽ, സ്റ്റേറ്റ്, മുനിസിപ്പൽ ബജറ്റുകളൊക്കെ നമുക്ക് ഉദാഹരണമാണ്. പുതിയ ടാക്സ് ചുമത്തുന്നു, അല്ലെങ്കിൽ ടാക്സ് എടുത്തു കളയുന്നു, GST കൂട്ടുന്നു, അല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കുന്നു, എക്കണോമിക്കലായിട്ടുള്ള ക്രൈസിസ്, സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ വരുന്നു, തകർച്ചകൾ വരുന്നു. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്രെഡിബിലിറ്റി വാല്യൂസ് എന്നുള്ളതാണ്. ക്രെഡിബിലിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റി വാല്യൂസ് എന്നുള്ളതാണ്. ക്ഷമിക്കണം, മാറിപ്പോയതാണ്. സെലിബ്രിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അല്ലെങ്കിൽ അത് അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും. പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾസ് ആയിരിക്കും. കേരള ജനത ഏറ്റവും കൂടുതലായിട്ട് ഒരു സമയത്ത് ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതാണ് സെലിബ്രിറ്റി വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്ത മിസ്ലീനിയസ് വാല്യൂസ് ആണ്. ഇതൊന്നും പെടാത്ത എല്ലാ കാര്യങ്ങളും. ക്രൈം, റിലീജിയൻ, ഹ്യൂമർ, വെതർ,
ഫുഡ് ഇൻവെൻഷൻസ്, അതായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങളൊക്കെ അതിനൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഫുഡ്, ഭക്ഷണപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് മിസ്ലീനിയസ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ന്യൂസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ അക്യുറസി എന്നുള്ളതാണ്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം, ശരിയായിരിക്കണം എന്നുള്ളതാണ്. അതായത് എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും വളരെ ഫാക്റ്റ് ആയിരിക്കണം, ശരിയായിരിക്കണം എന്നുള്ളതാണ്. ഒരു റിപ്പോർട്ടർ നിർബന്ധമായിട്ടും താൻ കളക്ട് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഒരു റീഡർ എല്ലാ സമയത്തും ന്യൂസ് പേപ്പറിന്റെ ക്രെഡിബിലിറ്റി ജഡ്ജ് ചെയ്യുന്ന ഒന്നായിരിക്കും. അതായത് അവര് വാർത്തകൾ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെടുന്ന, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ വായിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാർത്താ മാധ്യമത്തെ, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ടെലിവിഷനോ ഏതായിക്കോട്ടെ, അതിനെ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതിന് ഇത് കാരണമായിരിക്കും. അതുകൊണ്ട് ഒരു റിപ്പോർട്ട് നിർബന്ധമായിട്ടും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ന്യൂസ് സ്റ്റോറി അത് ഇൻഅക്യുറസി ആവുകയാണ് എന്നുണ്ടെങ്കിൽ, കൃത്യമല്ലാതെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ഒരു ലേസി റിപ്പോർട്ടർക്കുള്ള സൈൻ കൂടിയാണ്. ഒരു ലേസി റിപ്പോർട്ടർക്ക് ഉദാഹരണമാണ് ഒരു വാർത്ത ഇൻഅക്യുറേറ്റ് ആവുകയാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്തകൾ കിട്ടിയിട്ടുള്ളത്, ആ പേഴ്സൺസിന്റെ പേരുകൾ കഴിയും എന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ഏജൻസിന്റെ കയ്യിൽ നിന്നാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ കയ്യിൽ നിന്നാണോ നിങ്ങൾക്ക് ഈ വാർത്തകൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ആ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഇത് തന്നിട്ടുള്ള രേഖകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ചില സമയത്ത് എന്ത് ചെയ്യും, പേരുകൾ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ കോൺഫിഡൻഷ്യൽ ഒബ്സർവർ എന്ന് ഒക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു സീക്രട്ട് ആയിട്ട് വെളിപ്പെടുത്താൻ കഴിയാത്ത, പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂസിന്റെ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. അടുത്തതായിട്ട് ഫെയർനെസ് എന്നുള്ളതാണ്. ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു കാരണവശാലും ഒരു ഗ്രൂപ്പിന്റെയോ ഒരു ഇൻഡിവിജ്വൽസിന്റെയോ വാസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യരുത് എന്നുള്ളതാണ്. അതാണ് ഫെയർനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രത്യേക ആളുകളെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ഒരു വാർത്തകൾ തയ്യാറാക്കുന്നത്. പക്ഷെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും വ്യക്തമായിട്ടുള്ള അജണ്ടകളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. നാലാമത്തെ പോയിന്റ് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് റൈറ്റേഴ്സ് ഷുഡ് സ്ട്രൈവ് ടു കീപ് ദെയർ പേഴ്സണൽ ഒപ്പീനിയൻസ് ഔട്ട് ഓഫ് എ ന്യൂസ് സ്റ്റോറി എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ പറയാൻ പാടില്ല. എല്ലാ റിപ്പോർട്ടർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ബിലീഫുകൾ, ഇൻട്രസ്റ്റുകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങളുടെ സ്റ്റോറിയിൽ വരാൻ പാടില്ല, നിങ്ങൾ എഴുതുന്ന വാർത്തകളിൽ വരാൻ പാടില്ല. ലഭിക്കുന്ന വാർത്തകൾ എന്താണോ അത് വളരെ ഒബ്ജക്റ്റീവായിട്ട്, വസ്തുനിഷ്ഠമായിട്ട് എന്ത് ചെയ്യണം, വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കണം. അടുത്തത് ഫിഫ്ത്ത് പോയിന്റ് ബാലൻസ് എന്നുള്ളതാണ്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് രണ്ടു പേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ, അതായത് വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ രണ്ട് ഭാഗങ്ങളെയും കൃത്യമായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം വാർത്തകൾ എഴുതേണ്ടത്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഭാഗത്തെ മാത്രം പിന്തുണയ്ക്കുന്ന രീതിയിലാവരുത് വാർത്തകൾ തയ്യാറാക്കേണ്ടത്. അതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ന്യൂസ് സോഴ്സസ് എന്നുള്ളതാണ്. ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ വാർത്തകൾ ലഭിക്കുന്ന ഉറവിടങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വാർത്തകൾ ലഭിക്കുന്നത്? ഒരു TV ചാനലിന്, ഒരു ന്യൂസ് പേപ്പറിന് വാർത്തകൾ ലഭിക്കുന്നത് ആദ്യം റിപ്പോർട്ടറിന്റെ കയ്യിൽ നിന്നാണ്. റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ആണ്. ഒരു ന്യൂസ് പേപ്പറിന്റെ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി സോഴ്സ് ആണ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത്
എല്ലാ ന്യൂസ് പേപ്പേഴ്സിനും അവരുടെ സ്വന്തമായിട്ടുള്ള കറസ്പോണ്ടന്റുകളും അതുപോലെ തന്നെ റിപ്പോർട്ടേഴ്സും ഉണ്ടായിരിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്, അവരറിയപ്പെടുന്നതെന്ന് പറയുന്നത്, ദേ ആർ ദ ഫുഡ് സോൾജിയേഴ്സ് ഓഫ് എ ന്യൂസ് പേപ്പർ എന്നുള്ളതാണ്. അതായത് അവരൊരു പത്രത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഭടന്മാരാണ്, അല്ലെങ്കിൽ സോൾജിയേഴ്സ്, സൈനികരാണ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വാർത്തകളും തേടിപ്പിടിച്ച് കണ്ടെത്തുകയും ആ വാർത്തകൾ അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ന്യൂസ് ഏജൻസീസ് എന്നുള്ളതാണ്. ന്യൂസ് ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് ടു ദ ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ്. ഇവര് വാർത്തകൾ ശേഖരിക്കുകയും അത് ന്യൂസ് പേപ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഈ എല്ലാ ന്യൂസ് ഏജൻസീസിനും പ്രിന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴി നൽകുന്ന എല്ലാ സേവനങ്ങളും ഇവർക്ക് ലഭ്യമാണ്. ഇവർക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തുടങ്ങിയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഇവർ നൽകാറുണ്ട്. എല്ലാ ന്യൂസ് ഏജൻസീസും വയർ ഏജൻസികളും കൂടി ആണ്. ഓക്കെ, ഇനി ഇതിൽ ന്യൂസ് ഏജൻസികളെ കുറിച്ചിട്ട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്തതിൽ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോണിക് ആൻഡ് ന്യൂ മീഡിയ എന്നുള്ളതാണ്. ഇലക്ട്രോണിക് മീഡിയ, ന്യൂ മീഡിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ സ്റ്റേഷൻസ്, വെബ്സൈറ്റുകൾ തുടങ്ങിയുള്ള തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഒരു ന്യൂസ് പേപ്പറിന് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അത് എന്താണ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് മീഡിയ, ന്യൂ മീഡിയ എന്ന് പറയുന്നത്. അതൊരു ന്യൂസ് സോഴ്സ് ആണ്. അതുപോലെ തന്നെ പ്രസ് റിലീസുകൾ ഉണ്ടായിരിക്കും. പ്രസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരണമാണ്, ഒരു സ്ഥാപനം നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരണമാണ് പ്രസ് റിലീസുകൾ എന്ന് പറയുന്നത്. ആ പ്രസ് റിലീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പരിപാടി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രസ്താവന, ആ ഒരു വാർത്തയ്ക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പ്രസ് റിലീസിൽ ഉണ്ടായിരിക്കും. പ്രസ് കോൺഫറൻസുകൾ ഉണ്ടായിരിക്കും, മീറ്റിംഗ്സുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ് പ്രസ് കോൺഫറൻസുകൾ എന്ന് പറയുന്നത്. അത് പറയുന്ന അല്ലെങ്കിൽ ആ വിവരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അതിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഡൗട്ടുകളും മറ്റു കാര്യങ്ങളും ചോദിക്കുന്ന റിപ്പോർട്ടേഴ്സും അതിലുണ്ടായിരിക്കും. പിന്നെ അടുത്ത ന്യൂസ് സോഴ്സുകൾ എന്ന് പറയുന്നത് പാർലമെന്റ്, ലെജിസ്ലേച്ചർ ആൻഡ് സിവിക് ബോഡീസ് എന്നുള്ളതാണ്. ഈ പാർലമെന്റ് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ലോക്സഭ, രാജ്യസഭ, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ അസംബ്ലീസ്, ഇപ്പോൾ നമ്മളുടെ കേരള നിയമസഭ, സിവിക് ബോഡീസ്, അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, അതല്ലാന്നുണ്ടെങ്കിൽ കോർട്ടുകൾ, കോടതികൾ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടുകൾ, ഡിസ്ട്രിക്ട് കോർട്ടുകൾ തുടങ്ങിയ കോർട്ടുകൾ, ഇവിടെ നിന്നുള്ള പല രീതിയിലുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇപ്പൊ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഓരോ പഞ്ചായത്തുകളിൽ ഓരോ വികസന പരിപാടികൾ വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, കോടതികളിൽ നിന്ന് വരുന്ന വിധികളായിക്കോട്ടെ, ഇതൊക്കെ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറവിടങ്ങളാണ്. അടുത്തത് കോൺഫറൻസ്, മീറ്റിംഗ്, സെമിനാർസ് ആൻഡ് സിംബോസിയാസ് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുന്നത് നമ്മൾ ചർച്ചകൾ, മീറ്റിംഗ്സുകൾ, ഡിസ്കഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പല വെറൈറ്റി ഓഫ് ഡിസ്കഷൻസും വെറൈറ്റി ഓഫ് മീറ്റിംഗ്സുകളും ഉണ്ട്. അതൊക്കെയാണ് കോൺഫറൻസുകൾ, മീറ്റിംഗ്സ്, സെമിനാർ, സിംബോസിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് വാല്യൂസ് ഉള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആൻഡ് സിറ്റിസൺ ജേർണലിസം എന്നുള്ളത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനൊക്കെ ചാൻസുള്ള ഒന്നാണ് ഈ സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്നത്, സോഷ്യൽ മീഡിയ ആൻഡ് സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസ് ലൈക്ക് എക്സ്, മുമ്പത്തെ പേര് ട്വിറ്റർ എന്നുള്ളതാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം റിയൽ ടൈമിൽ നടക്കുന്ന വാർത്തകൾ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറയുന്ന വാർത്ത നിങ്ങളൊരു TV ചാനലിൽ അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാട്സപ്പ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതാണ് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തികൾ, സാധാരണ ആളുകൾ, കോമൺ പീപ്പിൾസ്, ജേർണലിസത്തിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് പഠിക്കാത്ത ആളുകൾ, ഇവർ നടക്കുന്ന വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസും മറ്റു കാര്യങ്ങളും വഴി ഷെയർ ചെയ്യുന്നു. ഇതിനെയാണ് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർ വീഡിയോസ് ആയിട്ട്, ഓഡിയോസ് ആയിട്ട്, പിക്ചേഴ്സ് ആയിട്ടൊക്കെ ഇവർ വാർത്തകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയ സിറ്റിസൺ ജേർണലിസം. ഇതുവഴിയും ന്യൂസ് പേപ്പേഴ്സിന് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അടുത്തത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്നുള്ളതാണ്, UGC എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ
ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാട്സപ്പ് ഇതിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അത് തന്നെയാണ്. അതായത് നമുക്ക് ടെക്സ്റ്റുകളായിട്ട്, ഫോട്ടോസ് ആയിട്ട്, വീഡിയോസ് ആയിട്ട്, റിവ്യൂസ് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യൂട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോസ്, റിവ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബ്ലോഗ് തുടങ്ങി കഴിഞ്ഞാൽ, അതായത് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റുകൾ വഴി എഴുതുന്നതാണ്. അതിൽ ഇമേജുകളും ടെക്സ്റ്റുകളും നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ടിക്ടോക്കിൽ വീഡിയോസ് ഇടാം, ഫേസ്ബുക്കിൽ കമന്റ്സ് ഇടാം, അഭിപ്രായങ്ങൾ പറയാം, തുടങ്ങിയ കാര്യങ്ങളാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഉപഭോക്താക്കൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി അടുത്തത് കൾട്ടിവേറ്റിംഗ് ന്യൂ സോഴ്സസ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് സോഴ്സുകൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, വാർത്തകൾ ലഭിക്കുന്ന ഉറവിടങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഫസ്റ്റ്, അത് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ സമയത്തും ഒരു റിപ്പോർട്ടർ, നിങ്ങൾ റിപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വാർത്തകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കണം, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയണം. അതുപോലത്തെ മാത്രമല്ല, ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യണം? ക്രെഡിബിൾ ആയിട്ടും റിലയബിൾ ആയിട്ടും ഒക്കെ പ്രവർത്തിക്കണം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ അതായത് വെളിപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ സൈലന്റ് ആയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഒരു കാരണവശാലും ന്യൂസിന്റെ സോഴ്സുകൾ നമ്മൾ ചില സമയങ്ങളിൽ പുറത്തുവിടാൻ പാടില്ലാത്ത ന്യൂസ് സോഴ്സിന്റെ ഉറവിടങ്ങൾ ഉണ്ടായിരിക്കും, ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. മേ ബി ആ വാർത്ത നൽകിയിട്ടുള്ള ആളുടെ പേര് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈഫിന് തന്നെ ത്രെട്ടനിങ് ആവാനുള്ള, ഭീഷണികളാവാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പുറത്തുവിടാതെ ഒരു ട്രസ്റ്റും കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അടുത്ത, സോഴ്സിങ് ടേക്ക് ടൈം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു പേഷ്യൻസ് വേണം. ഒരാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അയാളുമായിട്ട് നല്ല ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിന് കൂടുതലായിട്ടും സമയങ്ങൾ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് വളരെ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത, റെഗുലർ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ്. നിരന്തരമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് കീപ്പ് ഇൻ ടച്ച് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഒരു ഓൺ ഗോയിങ് സ്റ്റോറീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള വിസിറ്റുകൾ നടത്തി, അപ്ഡേറ്റുകൾ നടത്തി, എല്ലാ സമയത്തും ഫോളോ അപ്പുകൾ നടത്തി നമ്മൾ എന്ത് ചെയ്യുക? നല്ലൊരു റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് മോട്ടിവേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ആളുകൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോട്ടീവ്സുകൾ ഉണ്ടായിരിക്കും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊതു താല്പര്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അവരുടെ മോട്ടീവ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ധാരണകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആളുകൾ എന്തെങ്കിലും വിവരങ്ങൾ നമ്മളോട്, ജേർണലിസ്റ്റിനോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് നടക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ വിശ്വസ്തത, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് റെസ്പെക്ട് ബൗണ്ടറീസ് എന്നുള്ളതാണ്. റെസ്പെക്ട് ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോ സോഴ്സുകൾ, നമ്മൾ ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്? ഓരോ ലിമിറ്റേഷൻസ്. നമ്മൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഓഫ് ദ റെക്കോർഡും ഉണ്ട്, ഓൺ ദ റെക്കോർഡും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫ് ദ റെക്കോർഡിലെ കാര്യങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക? ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, അപ്പൊ ആ പറയാൻ കഴിയാത്ത ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസുകൾ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഓഫ് ദ റെക്കോർഡായിട്ട് അത് വെക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ വ്യക്തിക്ക് അവർ ഒരു സെക്യൂർഡ് ആണ് എന്നുള്ള രീതിയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ തോന്നുകയുള്ളൂ. അടുത്ത, ഫാക്ട് ചെക്ക് ആൻഡ് വെരിഫൈ എന്നുള്ളതാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമുക്ക് വാർത്തകൾ ലഭിക്കുന്ന സമയത്ത്, ഇൻഫർമേഷൻസ് ലഭിക്കുന്ന സമയത്ത് മേ ബി ബയാസുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എല്ലാ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ക്രെഡിബിൾ ആണ്, അല്ലെങ്കിൽ അത് ശരിയാണ്, അക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഒരു കാരണവശാലും അസംഷൻസ് അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തരുത്. എല്ലാ കാര്യങ്ങളും ഡബിൾ ചെക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ദ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. എക്സ്പാൻഡ് ദ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ജേർണലിസ്റ്റുകൾ എല്ലാ സമയത്തും അവരുടെ ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. അതായത് പല ഇവന്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസിൽ എൻഗേജ് ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആളുകളുമായിട്ട് നല്ല കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ബന്ധം നമ്മൾ എല്ലാ സമയത്തും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൾട്ടിവേറ്റിംഗ് ന്യൂസ് സോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.